അപ്പൊ ഇതാണ് ചെക്കൻ, പേര് ഷാജഹാൻ. ഷാജഹാൻ അല്ല, ഷാജഹാൻ. ഇച്ചു പറഞ്ഞ ഷാനാണ്, ഞാൻ പറഞ്ഞ ഷാ. പേര് കേട്ട് പൊൻപാറത്തോട് തറവാട്ടിലെ അസ്നാരാജിന്റെ ഇളയ മോനാ. നമ്മൾ കേട്ടിക്കണ്, അസ്നാരാജിയല്ലേ പണ്ട് പരുത്തിപ്പാറ ജാറ നേർച്ചന്റെ അന്ന് മതം പൊട്ടിയ ഒരു ആനന്റെ മുമ്പിൽ നിന്ന് ഒരു പെണ്ണിനെ രക്ഷപ്പെടുത്തിയ ആള്. മൂപ്പനങ്ങനെ കൊറേ പെണ്ണുങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഒടുക്കം പണ്ടും പണ്ടും പടച്ച മൂപ്പ് രക്ഷപ്പെടുത്തി. അല്ല ഇവരക്കാരാ? പിടിക്കാറുണ്ട്. ഷാജഹാൻ എന്താണ് പണി? ദുബായില്. ദുബായ് അല്ല, ദുബായ്. ഇജ്ജ് പറഞ്ഞ പാനാണ് ഞാൻ പറഞ്ഞപ്പാ. ഇവര് ഒരു പെൺകുട്ടി 4 ആൺകുട്ടിയോളാ. ആണുങ്ങൾ 4 തൂഫ അക്കരെ. പെൺകുട്ടി ഇവിടെ നിക്കാതെ കഴിഞ്ഞ് കുട്ടികളും മക്കളൊക്കെ ആയിട്ട് അങ്ങനെ കഴിയാണ്. ഇനി ഈ ചങ്ങാതിരെ മാത്രമാണ് കജ്ജാളത്. അല്ല മോളെ കണ്ടില്ല. വിളിക്കാം. സുബൈദ റജിലാൻ എങ്ങട് വീട്? ഇവിടെ നോക്കണോ? എന്തിനു ചോദിക്കണോ? എന്തിലാ പഠിച്ചേ? എന്ത് പണിയാടേ കാണിച്ചേ? സോറി ഷാജുക്ക. മര്യാദക്ക് എന്റെ മുന്നിൽ പോയിക്കോ, കളിക്കാൻ നിൽക്കാതെ. ഷാജുക്ക് എന്തൊരു ദേഷ്യ. ഷാജുക്ക് ദേഷ്യപ്പെടുമ്പോ കാണാൻ എന്ത് ചന്താ. ഓ, നീയും നിന്റെ ബാപ്പ എന്നാ പോവാ? ഷാജുക്ക, നമുക്ക് രണ്ടാൾക്കും ഈ ശല്യത്തിന്ന് എവിടേക്കെങ്കിലും ടൂർ പോകാൻ ഷാജുക്ക. കോവളത്തിൽ പോയി കടലിൽ കളിക്കാം. തിര ഇങ്ങനെ അടിച്ചു വരുമ്പോൾ ഉരുണ്ടും മറിഞ്ഞു കളിക്കാം. പിന്നെ ഊട്ടി, കൊടൈക്കനാല്, സമയം കിട്ടുവാണെങ്കിൽ ലണ്ടനിൽ ഒന്ന് പോണം. അവിടെ അന്നേന് മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഇവിടുത്തെ ഷാജുക്കാടെ ഭാവി ബീവിയാ. ഭാവി ബീവിയാ? അപ്പൊ ഷാജഹാന്റെ നിശ്ചയം കഴിഞ്ഞ? പടച്ചോനെ, എന്റെ വീസ. നിങ്ങളാരാ? ഞാൻ കുഞ്ഞാപ്പൂ, 3-ാം കുഞ്ഞാപ്പൂ. 3-ആനായാലും 500-ആനായാലും ഷാജുക്കാടെ കല്യാണാലോചന ഇതോടെ നിർത്തിക്കോണം. അത് തീരുമാനായി. നിങ്ങളെ ബ്രോക്കർ പണിക്ക് പോണ്ട ആളൊന്നുമല്ല. പിന്നെ ഞാൻ നിങ്ങളെ ഒരു പട്ടാളക്കാരനെന്ന് വിചാരിച്ച്. ആ നടപ്പും ഇടുപ്പും ഏത് പെണ്ണ് കണ്ടാലും ഒന്ന് നോക്കട്ടോ. നമുക്ക് ഒളിച്ചോടാം. കോവളത്ത് റൂം എടുക്കാം. അതൊക്കെ അന്ധവിശ്വാസങ്ങളാ. ഞാൻ പോവാ. ഇങ്ങനെ ഇതെന്ത് പെണ്ണത്? കോവളത്ത് ഹോട്ടലിൽ റൂം എടുക്കാത്ര. അതിപ്പോ കാണുമ്പോഴത്തേനും കുഞ്ഞാപ്പേ, ഈ എന്താ കുടുംബത്ത് കയറാണ്ട് പോണത്? ഓ, ഞാനിപ്പോ എന്തിനാ കുടുംബത്തിൽ കയറുന്നു? ഒക്കെ തീരുമാനിച്ചില്ലേ? എന്ത് തീരുമാനിച്ച്? ഓ, അവിടെ ഒരു ഷാജഹാന്റെ ഭാവി ബീവിയാന്ന് പറഞ്ഞ് നടക്കണ്ടല്ല. ഈ സൂറനെ കണ്ടിട്ടാ? ഓൾ അന്നെ സുഴിപ്പാക്കിയതല്ലേടാ. അത് നമ്മുടെ ഔറാമാമ്മയുടെ മോളാ. ഇത്തിരി സുഖമില്ലാത്ത കുട്ടിയാ. അതുകൊണ്ട് കുറച്ച് ദിവസം പാർക്കാൻ വേണ്ടി കൊണ്ടു നിർത്തിയതാ. ഞാൻ പേടിച്ചുട്ടാ. അപ്പൊ ഷാജഹാന്റെ ആലോചന മുടക്കണ്ടല്ലേ? ഇന്നൊരു കുട്ടിയുണ്ട്, ഇതിലോ വീഴും. എന്നാ വിളിച്ചോണ്ടേ കാറ്റി കൊടുക്കീൻ. മോനെ ഷാജഹാനെ, ഓൻ കുളിക്കാൻ കയറിയിരിക്കുന്നു. കുളിച്ചില്ലേ കുളിക്കണ്ടെന്ന് പറയും. ഒരു പെണ്ണ് കാണാൻ പോണല്ലേ ഷാജഹാനെ? എന്താ കഥ? നല്ല കടുപ്പത്തില് ഒന്ന് തരട്ടെ? എന്ത് നല്ല കടുപ്പത്തില് ഒരു ചായ കൊണ്ടുവന്ന് തരട്ടെ? നല്ല മധുരട്ട്. മധുര ഇഷ്ടല്ല, പ്രമേഹ. പ്രേമോ ഈ പ്രായത്തിലോ? സൂക്കുടാരി പെൺകുട്ടിയാന്ന് കണ്ട പറയില്ലാട്ടാ. എന്തെങ്കിലും പറഞ്ഞോ? പടച്ചോനോ മുങ്ങിയ എന്റെ ബാഗ്. അയ്യോ, ഇന്നത്തെ പെണ്ണാണല്ലോ മുടങ്ങിയ. എടോ നിക്കടോ, എടോ നിക്കടോ. നല്ല മൊഞ്ചന്റെ ഒരു പെൺകുട്ടിയെ കാണിച്ചാരാ. അല്ല, വീമ്പിളക്കാനൊക്കെ എളുപ്പാ, ചെയ്ത് കാണിക്കണം. അതാണ് മിടുക്ക്.
ഈ ഷാജഹാനെ വീഴ്ത്താൻ തുടങ്ങിയിട്ട് ദിവസം എത്രേ? ഇതുവരെ ഓൻ അന്നെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? അല്ല, എന്താ എന്റെ പ്ലാന്? വീഴ്ത്തേണ്ടതേ ഷാജുഖാന്റെ ശരീരമല്ല, മനസ്സാ. ഞാൻ നമ്പർ ഡയൽ ചെയ്തിട്ടല്ലേ ഉള്ളൂ. ലൈൻ കിട്ടാൻ ഇത്തിരി താമസിക്കും. അപ്പളേക്ക് ഓനെ വേറെ പെണ്ണുങ്ങൾ കൊണ്ടുപോകും. ഇജ്ജ് വായും പൊളിച്ചെങ്ങനെ ഇരിക്കും. അതന്നെ. നിങ്ങളുടെ നിക്കാഹ് കഴിഞ്ഞിട്ട് സുബൈർക്ക അധികമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ലല്ലേ? അതിന് സുബൈർക്ക് എന്തിനപ്പ ഇവിടെ? അല്ല, സുബൈർക്ക വരാൻ വേണ്ടിയിട്ടായി ധൃതിന്ന് എനിക്കറിയാം. നബീസാത്ത, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. സത്യം പറഞ്ഞ ഞാനൊരു പ്ലാനുമായിട്ടാ വന്നിരിക്കുന്നത്. ഇക്ക് കേക്കണ്ട അന്റെ ഒരു പ്ലാനും. പിണങ്ങാതെ മുത്തേ, നിങ്ങൾ സിനിമ കാണാറില്ലേ? ഓ, ഇപ്പൊ സിനിമ കാണാനാ നേരം. അതല്ല, സിനിമയില് നായകനും നായികയും കൂട്ടിയിടിച്ച് വീഴുമ്പോൾ പ്രേമം തുടങ്ങുന്ന കണ്ടിട്ടില്ലേ? അതിന് അതേപോലെ ഷാജുഖാനെ ഞാനൊന്ന് ഇടിച്ചു വീഴ്ത്താൻ പോവാ. ഇത്താത്ത, ഷാജുക്ക് ഇപ്പൊ കുളിക്കാൻ വരും. അപ്പൊ ഇത്താത്ത എനിക്കൊരു സിഗ്നൽ തരണം. എന്ത് സിഗ്നല്? അതിപ്പോ ഒരു പാത്രം എടുത്ത് താഴെ ഇട്ടാ മതി. അതോടെ ഷാജുഖാന്റെ ശരീരത്തിൽ മാത്രമല്ല ഹൃദയത്തിലും ഈ സുഹറ ഉരുണ്ട് പെരണ്ട് കളിക്കും. ബസ്സും കൂട്ടിമുട്ടി, ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. എന്തെണ്ണം കെട്ട ഐഡിയ അത്? ആഹാ, നിങ്ങൾ ഇവിടെ ഇരിക്കായിരുന്നു. എന്തേ? ഉമ്മ എത്ര നേരമായി അന്വേഷിക്കണു? ആ കോഴിയിറച്ചിയും പത്തിരിപ്പ തണുത്തിട്ടുണ്ടാവും. പടച്ചോനെ, ഞാനിത് അറിഞ്ഞിട്ടില്ലട്ടാ. എന്നാ വേഗം ചെല്ല്. മാറി നിക്ക്. ഡോക്ടർമാരിങ്ങനെ നടക്കാൻ പറഞ്ഞ സൂക്കറുണ്ടോ മാറുന്നു. ഈ വയ്യാത്ത തണ്ടലും വെച്ച് എന്നെ കൊണ്ട് നടക്കാൻ വയ്യ. നടന്നോണ്ടും മരുന്നോണ്ടൊന്നും എന്റെ തണ്ടലും നീരൂല. അങ്ങനത്തെ ഇടിയല്ലേ പണ്ടാറ പൈച്ചിന്നെ അടിച്ചത്. വീണിട്ട് തലമണ്ട പൊളിയാതിരുന്നത് ആരുടെ കുരുത്തം കൊണ്ടാതാവോ? ആ കാരക്കാറ്റ മുസ്ലിയാരെ കൊണ്ടൊന്ന് നോക്കിക്കണം. എന്തൊക്കെ കഷ്ടകാരാണാവോ വന്ന് കേറിക്കണ്. ഈ വീടിന് എന്തോ ഒരു ദോഷമുണ്ട്. പുറമേന്ന് ആര് വന്നാലും അവരുടെ കഷ്ടകാല. നമ്മുടെ പള്ളിയിലെ ഉസ്താദ് പറഞ്ഞതാ. എനിക്കിതിലൊന്നും വിശ്വാസമല്ല. വിശ്വസിക്കണം, ഒന്നും തള്ളിക്കളയാൻ പറ്റൂല. ഒന്നും കാണാണ്ട് ഉസ്താദ് അങ്ങനെ പറയില്ല. എന്ത് മാറണാവോ ഇനി എനിക്ക് വന്നുകൂടും. എന്തൊരു കഷ്ടകാലം. മാമ എണീക്കേ, വല്ലതും പറ്റിയോ? ഒന്ന് എണീറ്റേ. നോട്ടെ നോട്ടെ നോട്ടെ, ഞാൻ എടുത്തോണ്ടോ നിങ്ങളെ? എണീക്കുന്നു. പതുക്കെ പതുക്കെ പതുക്കെ. ഞാൻ കുടുംബത്തെത്തും വരെ എന്റെ തലയിൽ തേങ്ങ വീഴാതെ നോക്കിക്കോ. അതും കൂടി ആയാ പിന്നെ എന്നെ കുളിപ്പിക്കാൻ അടുത്തൊക്കെ വേണ്ടു. ഇവിടെ ഇനി നിന്ന എന്തൊക്കെ ഉണ്ടാകുന്ന റബ്ബിനെ അറിയോ? ആര് നിൽക്കണ? ഞാനാ എന്റെ പാട്ടി നിൽക്കൂ. ഞാന് ഉമ്മറത്തു കൂടെ വരുന്നില്ല. എനിക്ക് വെച്ച ആ പടി കയറാന്. അടുക്കള പോയി പതുക്കെ വരാ. വല്ലതും തിന്നും കുടിക്കുകയും ചെയ്യാല. അകത്ത് പോയിട്ട് സൂറാട് തുണി മുണ്ടൊക്കെ കെട്ടി വെക്കാൻ പറ. ഞാൻ അങ്ങോട്ട് വരാം. ഇത്രയും വലിയ മുരിങ്ങക്കായ കൊണ്ടാണോ ഷാജുഖാന് കറി വെച്ചു കൊടുക്കാൻ പോണത്? അതെ, മുരിങ്ങാക്കായന്റെ ഗുണം എനക്ക് അറിയാഞ്ഞിട്ടാ. ഇനി അയിന്റെ കുറവ് കൊണ്ടൊരു മുടക്കം വേണ്ട. ഉമ്മ, ഓ,
വാതിലും ജനലൊക്കെ ശരിക്കും അടച്ചോളൂ കേട്ടോ. എന്താ വാതിലിന്? അല്ല, മേപ്പുറത്തെ സീതാരിക്കന്റെ വീട്ടിലേ ഇന്നലെ നട്ടുച്ചക്ക കള്ളം കയറിയതെന്ന്. ഹലോ, അടുക്കള വഴി വന്ന് വിൽസുവിന്റെ 1.5 പവന്റെ മാല മോഷ്ടിച്ചുത്രേ. പടച്ചോനെ. ആ ഞാൻ അവിടെ ഇല്ലാതിരുന്നത് കള്ളന്റെ ഭാഗ്യം. ഇവിടെ വന്നാൽ അറിയാ എന്റെ ധൈര്യം. വെറുതെ വാച് കടിക്കാനില്ലണ്ട എന്നെ കൊണ്ട് എന്തിനാ കൊള്ള. ഉമ്മാ, നോക്കി. ഹലോ, എന്റെ പടച്ചോനെ, കള്ളൻ. ഓ കള്ളൻ. എന്റെ പടച്ചോനെ, ഇത്രയും പെട്ടെന്ന് നീ എനിക്ക് ഇത്ര നല്ല ചാൻസ് തന്നല്ലോ. താങ്ക്സ്. നോക്കിക്കോ, ഇന്ന് അവന്റെ നട്ടല് ഞാൻ ഊരും. മോളെ സൂക്ഷിച്ചേ. ഓ take space, so get it and wet the game. Reef, I know we can finish it. Ready for all my aces, realize I hop you away. Oh man, that's on style. Oh man, that's on style. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. കശ്മല ഷാജഹാനുമായിട്ട് വിവാഹം ഉറപ്പിച്ച രുക്സാനിയല്ലേ? ആര് വിവാഹം ഉറപ്പിച്ചു? ഷാജഹാനുമായി വിവാഹം ഉറപ്പിച്ചു എന്നാണല്ലേ കേട്ടെ? ഷാജഹാൻ എന്നൊരാൾ വന്നത് ശരിയാണ്, ഞാൻ അയാളെ വേണ്ടെന്ന് വെച്ചു. എന്താ ഷാജഹാൻ ഒരു കുറ്റം? നല്ല ചെറുപ്പക്കാരനല്ലേ, സ്വത്തില്ലേ, ഗൾഫിൽ നല്ല ജോലി. എന്നാ നിങ്ങൾ കെട്ടിക്കോ. അല്ല, അവൻ എന്തിനാ വെറുക്കുന്നെന്ന് പറഞ്ഞില്ല. അതെല്ലാവരോടും പറയാൻ പറ്റില്ല. പ്ലീസ്, ഒരു പെൺകുട്ടിക്ക് മറ്റൊരു പെൺകുട്ടിയുടെ മനസ്സറിയാൻ പറ്റൂ. സോറി, ഞാൻ പോകുന്നു. എന്നോട് പറയൂ. അയ്യേ